ഞാന് മുതലാളിയാണെങ്കിലും തൊഴിലാളി മുതലാളി എന്നുള്ള ഒരു വേർതിരിവ് ഇല്ല. കാലയാത്ര അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ എരന്നിട്ടുണ്ട്. ഇപ്പോഴാ 3 നേരം ഇരക്കുന്നുണ്ട്. ഇല്ല കൊടുക്കുന്നുണ്ട്. അല്ല 3 നേരം എരന്ന് വരുന്ന ആൾക്കാരില്ല, അവർക്ക് വയറ് നിറച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അച്ഛനെ നീ എന്നാ നമ്മൾ അങ്ങനെയാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഇവനുണ്ടല്ലോ എന്റെ മോനുണ്ടല്ലോ, അച്ഛന്ന് വിളിച്ച ആ എവിടെ കിടക്കുന്നു, ചായ എവിടെ കിടക്കുന്നു, നമുക്ക് തിരിഞ്ഞെടുക്കാൻ പറ്റൂല. കാരണം അതിന്റെ ഇടയ്ക്ക് ഒരുപാട് വാക്കുകൾ അവൻ ചേർക്കും. അല്ല, ബ്രോക്കർ പറഞ്ഞു ഇവിടെ എന്റെ ഭാര്യ നമ്മളെ നേരത്തെ വിട്ടു പോയതിനു ശേഷം ഞാനാണ് മോളെ പഠിപ്പിച്ചതും വലുതാക്കിയതും. അപ്പൊ ഒരു അച്ഛന്റെ ബുദ്ധിമുട്ട്, അവിടെയും അമ്മ ഇല്ലാതെ മോനെ കൊഞ്ചിച്ച് വളർത്തിയെന്ന് മനസ്സിലായി. അത്രയ്ക്ക് ലാളിച്ചാണ് വളർത്തിയത് അല്ലേ? ചെറുപ്പത്തിലെ ഇവന് അമ്മ ഇല്ലായിരുന്നല്ലോ. അതെ. അതിനുശേഷം ഞാൻ അവനെ ഒരുപാട് കൊഞ്ചിച്ചാണ് വളർത്തിയത്. സത്യം പറയാലോ, യവൻ എന്റെ മകനാണെങ്കിലും സത്യം പറഞ്ഞ എന്റെ മകനല്ല. സത്യം പറ, എന്റെ അച്ഛനാരാണെന്ന് പറ. എന്താടാ എന്റെ അച്ഛനാണെന്ന് പറ. എന്താടാ നിനക്ക്? എനിക്കെല്ലാം അറിയാം. ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു എന്റെ അച്ഛൻ, വ്യവസായ പ്രമുഖൻ. അച്ഛന്റെ സ്വത്തുക്കളും കോടിക്കണക്കിനുള്ള രൂപയും കണ്ട് ഇവൻ ഒരു സഹായിയായിട്ട് കൂടി എന്റെ അച്ഛനെ വഞ്ചിക്കാൻ, ചതിക്കാനായി. എന്നിട്ട് ഇവന്റെ ശ്രദ്ധ എന്റെ അച്ഛന്റെ സ്വത്തിൽ മാത്രമായിരുന്നില്ല, എന്റെ സുന്ദരിയായ അമ്മയുടെ പുറത്തുമായിരുന്നു. ഇവൻ ആഗ്രഹിച്ചു, മോഹിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞ് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ വഴങ്ങിയില്ല. അതുകൊണ്ട് ഇവൻ ഒരു കാര്യം ചെയ്തു, നൈസിന് ഒരു കാറപകടം വരുത്തി തീർത്തു. നീ മെനഞ്ഞെടുത്തു. ആ കാറപകടത്തിൽ എന്റെ അച്ഛൻ മരിച്ചു, ദാരുണമായ അന്ത്യം. എന്നിട്ട് എന്റെ അമ്മയെ നീ സ്വന്തമാക്കിയതിനു ശേഷം ആ സ്വത്തുക്കളുടെ കാര്യത്തിന് വേണ്ടി നീ അമ്മയുമായി മൽപ്പിടുത്തം നടത്തി. അർദ്ധരാത്രി ആരും പറയാതെ എന്റെ അമ്മയെ നീ ചവിട്ടിക്കൊന്നില്ലേ? സത്യം പറ, എന്റെ അച്ഛനെ നീ കൊന്നില്ല.